ഇത് സ്റ്റഡി മറ്റേ അയൺ ബോക്സിൻ്റെ ഒരു ബോക്സ് ഇതുണ്ടാക്കുകയാണ് ഫോൾഡിങ് ആയിട്ട് സ്ക്രൂ ഒക്കെ ചെയ്തിട്ട്. ഇത് ചെയ്യുന്നത് ആങ്കർ ബോൾട്ട് ഇട്ടാണ് സ്ക്രൂ ചെയ്യുന്നത്. സാധാ സ്ക്രൂ അല്ല, ആങ്കർ ബോൾട്ട് ഇട്ട് കുറച്ചുകൂടെ സേഫ്റ്റിക്കും വേണ്ടി. ആങ്കർ ബോൾട്ട് ഇട്ടാൽ കുറച്ചുകൂടെ പവർ ഉണ്ടാവും. ആ ലെവലിലാണ്. അതെല്ലാം നമുക്ക് കാണാം. ആങ്കർ ബോൾട്ട് ഫിറ്റ് ചെയ്യാണ്. സാധാ സ്ക്രൂ അല്ല, സ്ക്രൂ ആണ് ഇത്ര പവർ ഉണ്ടാവില്ല. സേഫ്റ്റി ഉണ്ടാവും, അങ്ങനെ കംപ്ലൈൻറ്റ് വരില്ല. മറ്റേ സ്ക്രൂ ചെയ്യുമ്പോൾ ചിലപ്പോൾ ലോഡ് വരുമ്പോൾ തൂങ്ങാൻ സാധ്യതയുണ്ട്. സ്ക്രൂ ചെയ്താലും കംപ്ലൈൻറ്റ് വരില്ല, എന്നാലും ഒരു സേഫ്റ്റി. സാധനം കേട്ടില്ലേ? ഇതോടെ ഇതാണ് അയൺ ബോക്സിൻ്റെത്. ഇത് മൊത്തം പ്ലൈവുഡിൽ അടിച്ചതാണ്. ഈ സൈഡ് ഇങ്ങനെ ഹാഫ് റൗണ്ട് ജസ്റ്റ് റൗണ്ട് ആക്കിക്കാണ്. ഫോമൊക്കെ ഇതാക്കിയിട്ട് ഫോം ഇട്ടിട്ട് കുഷൻ ഇട്ടിട്ടാണ്. ചെറിയ കുത്ത് വേണ്ടെന്നുള്ളവർക്ക്. പിന്നെ അതേക്കിട്ട് ഡ്രസ്സ് താഴേക്ക് ഇങ്ങനെ തൂക്കിയിടാം. മറ്റേ ഇവിടെ ഫുൾ ഫ്ലാറ്റ് ആയ ഡ്രസ്സ് താഴേക്ക് തൂക്കിയിട്ട് അയൺ ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെ അയൺ ചെയ്തിട്ട് താഴേക്ക് ഇങ്ങനെ തൂക്കാം. ഓക്കെ. പിന്നെ ഇത് ആങ്കർ ബോൾട്ടാണ് ഇപ്പോൾ ഇട്ടത്. ഇത് ഞാനാണ് കയറുന്നത്, ഹൈറ്റ് കുറവാന്ന് പറയണ്ട. ഏതായാലും ഇതാ ഈ ലെവലിൽ നിൽക്കും. ഏതായാലും ഒരു 55 കിലോ ഞാൻ ഉണ്ട്, അതിപ്പോൾ ഇതിമ കയറിയിട്ടുണ്ട്. പിന്നെ ഒരു ഹാങ്ങിങ് ഈ ടൈപ്പാണ് കൊടുത്തത്. എന്നിട്ട് ഡ്രസ്സ് അയണൊക്കെ ചെയ്താൽ തൂക്കിയിടാനുള്ള സിസ്റ്റമാണ്. അങ്ങനെ ഇട്ടാണ് അവിടെയാണ് പ്ലഗ് വരുന്നത് ലെവലിൽ. ഓക്കെ. ഇവിടെ തന്നെ ചെറിയൊരു ഡോർ ചെയ്തിട്ടുണ്ട് ടോയ്ലറ്റിൻ്റെ. ജസ്റ്റ് ഏതായാലും ചെയ്തതല്ല, അപ്പം കാട്ടിത്തരാന്നുള്ളൂ. ജസ്റ്റ് ഡിസൈനിങ് ആയിട്ട്. ഓക്കെ. ഈ വീട്ടിൽ തന്നെ ചെയ്തതാണ്. ടി വി യൂണിറ്റ് കുറേ മുന്നേ ചെയ്തതാണ്. ജസ്റ്റ് പാനലൊക്കെ അടിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു തട്ട് കൊടുത്താണ്. കൊടുത്തിട്ട് ഇവിടെ ജസ്റ്റ് തട്ടിങ്ങനെ കൊടുത്ത് ഒരു ഗ്ലാസിൻ്റെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ കൊടുത്ത് റിമോട്ടിൻ്റെ ഇതിന് ഡോറൊക്കെ ആക്കി കൊടുത്താണ്. ഇതിൽ ഒരു പ്രോ ലിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. പ്രോ ലിഫ്റ്റ്. പിന്നെ അത് സബ്. ഓക്കെ.